റാവുത്തർ മുതലാളിയും സബീനയും ഭാര്യാഭർത്താക്കന്മാരാണ്. റാവുത്തർ മുതലാളിക്ക് ടൗണിൽ ഒരു സ്റ്റീൽ പാത്രക്കടയാണ്. റാവുത്തർ മുതലാളി നന്നേ പ്രായമായതിനു ശേഷമാണ് വിവാഹം കഴിച്ചത്. എന്നാൽ റാവുത്തർ മുതലാളിയുടെ ഭാര്യ സബീന നന്നേ ചെറുപ്പമാണ്. ഒരു പ്രായമുള്ള മനുഷ്യനെ വിവാഹം കഴിച്ചതിൽ സബീനയ്ക്ക് എപ്പോഴും മനസ്സിൽ ഒരു പ്രയാസമുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരമാണ് അത് നടന്നത്. 4 പെൺമക്കളുള്ള ആ വീട്ടിൽ നിന്ന് മക്കളെ കെട്ടിച്ചുവിടുവാൻ മാർഗമില്ലാതെ ഇരിക്കുമ്പോഴാണ് റാവുത്തർ മുതലാളിയുടെ ഈ ആലോചന വന്നത്. അങ്ങനെയാണ് ആ വിവാഹം നടന്നത്. മനസ്സില്ലെങ്കിലും മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം സബീന സമ്മതിക്കുകയായിരുന്നു. അവർക്ക് 2 മക്കളുണ്ട്. പ്രായമില്ല, 6ഉം 7ഉം വയസ്സുള്ള 2 മക്കൾ. ഒരു പ്രായമുള്ള മനുഷ്യനെ വിവാഹം കഴിച്ചതിലുള്ളതായ ആ മനസ്സിൻ്റെ ആ ബുദ്ധിമുട്ടൊക്കെ സബീനയുടെ മനസ്സിലുണ്ട് എപ്പോഴും. പക്ഷെ അത് ഉള്ളിലൊതുക്കി സബീന വീട്ടിൽ കഴിയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫേസ്ബുക്കിൽ കൂടെ ഒരു ചെറുപ്പക്കാരനുമായിട്ട് പരിചയപ്പെടുന്നു. ആ മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ സബീനയ്ക്ക് വളരെ താല്പര്യമുണ്ടായി. അങ്ങോട്ട് മിസ് കോൾ ഇട്ടു, തിരിച്ച് മിസ് കോൾ ഇട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിളിയായി. അങ്ങനെ അവർ ദിവസവും ഫോണിൽ കൂടെ നല്ല സുഹൃത്തുക്കളായിട്ട് മാറി. അവർക്ക് 2 പേർക്കും ഒന്നിച്ച് ജീവിച്ചാൽ കൊള്ളാവുന്നൊരു ആഗ്രഹമുണ്ടായി. അത് തങ്ങൾ അങ്ങോട്ടേക്കും പറയുകയും ചെയ്തു. പക്ഷേ സബീനയുടെ ഭർത്താവ് അതൊരു തടസ്സമാണ്. ഭർത്താവ് ഇല്ലെങ്കിൽ മാത്രമേ തങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഭർത്താവിനെ ഒഴിവാക്കണം. ഈ ചെറുപ്പക്കാരൻ സബീനയോട് സംസാരിച്ചു, നമുക്കൊന്നിച്ച് ജീവിക്കാം, അതുകൊണ്ട് നിൻ്റെ ഭർത്താവിനെ നമുക്ക് ഒഴിവാക്കാം. അതിന് വേണ്ടുന്നതായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഞാൻ അവധി എടുത്തുകൊണ്ട് വീട്ടിൽ വരാം. കാരണം ഈ ചെറുപ്പക്കാരൻ ഡൽഹിയിലാണ് ജോലി. ഞാനവിടെ വന്നു കഴിയുമ്പോൾ നിൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളാണെന്ന് നാട്ടുകാരോടും നിൻ്റെ ഭർത്താവിനോടും പറയണം. ആ രാത്രിയിൽ ഞാൻ അവിടെ തങ്ങാം. എന്നാലും നമ്മുടെ ആഗ്രഹപ്രകാരം ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചാൽ നമ്മുടെ ആഗ്രഹപ്രകാരം നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. സബീന അതിന് സമ്മതിച്ചു. അങ്ങനെ ചെറുപ്പക്കാരൻ ഡൽഹിയിൽ നിന്ന് ജോലി ചെയ്യുന്ന സ്ഥാനത്ത് നിന്ന് അവധിയും വാങ്ങിച്ച് ഈ സബീനയുടെ വീട്ടിലേക്ക് വരികയാണ്. പകലെ വന്നു, വീട്ടിൽ വന്നു. സബീന വന്ന ആളിനെ അയൽവക്കത്തുള്ളവർക്കൊക്കെയും പരിചയപ്പെടുത്തി കൊടുത്തു. എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളാണ്, ഡൽഹിയിൽ നിന്ന് വന്നതാണ്, ഇവിടെ ആവശ്യം വേണ്ടി വന്നു, ഇനിയും പോകുവാൻ ഇന്ന് നടക്കില്ല, അതുകൊണ്ട് ഈ വീട്ടിൽ താമസിച്ച് നാളെ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അടുത്തുള്ളവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. റാവുത്തർ മുതലാളി സന്ധ്യ കഴിഞ്ഞപ്പോൾ 8 മണിയായപ്പോൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ വിവരങ്ങൾ പറഞ്ഞു. റാവുത്തർ മുതലാളിക്ക് സംശയം തോന്നിയില്ല. കാരണം സബീനയുടെ ബന്ധപ്പെട്ട ഒരാളല്ലേ. അപ്പോൾ ഈ ഒരു ദിവസം വീട്ടിൽ തങ്ങുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ റാവുത്തർ മുതലാളി വന്ന് കുളിയൊക്കെ കഴിഞ്ഞു, ആഹാരം കഴിച്ചു. ആ കടയിലുള്ള ക്ഷീണം, കടയിലെ പകലുണ്ടായിരുന്ന ക്ഷീണം കാരണം റാവുത്തർ മുതലാളി നേരത്തെ കിടന്ന പാടെ റാവുത്തർ മുതലാളി ഉറങ്ങി. റാവുത്തർ മുതലാളി ഉറങ്ങിയെന്ന് അവർക്ക് ബോധ്യമായി. അപ്പം അനുവിനെ കുഞ്ഞുങ്ങളെ സബീന ഉറക്കി, ആഹാരം കൊടുത്ത് ഉറക്കി. പിന്നെ അവരുടെ കാത്തിരിപ്പാണ്. തങ്ങൾ തീരുമാനിച്ച പ്രകാരം, തങ്ങളെ ആഗ്രഹപ്രകാരം, തങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം അത് സഫലീകരിക്കുവാൻ വേണ്ടി അതിനുള്ള മാർഗം അവരെ വീണ്ടും ചർച്ച ചെയ്തു. അതിന് ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങിയത് റാവുത്തർ മുതലാളിയെ ആ രാത്രിയിൽ കൊലപ്പെടുത്തണം. ഇത് പുറം ലോകം അറിയരുത്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് നാട്ടുകാർ അറിയരുത്. അതിനു വേണ്ടുന്നതായ മാർഗങ്ങൾ ഈ ചെറുപ്പക്കാരൻ സബീനയ്ക്ക് പറഞ്ഞു കൊടുത്തു. സബീന അതിനൊക്കെയും സമ്മതിച്ചു. അങ്ങനെ റാവുത്തർ മുതലാളിയും മക്കളും ഉറങ്ങി. നല്ല ഉറക്കമെന്ന ബോധ്യം വന്നപ്പോൾ രാത്രി 12 മണിയായപ്പോൾ ഈ ചെറുപ്പക്കാരൻ സബീനയും കൂടെ ആലോചിച്ച പ്രകാരം, തീരുമാനിച്ച പ്രകാരം ആ കൃത്യം ചെയ്യാൻ വേണ്ടി അവർ ഒരുങ്ങി. സബീന തൻ്റെ തോളിൽ കിടന്ന ഷാള് എടുത്ത് ചെറുപ്പക്കാരൻ്റെ കൈ കൊടുത്തു.
ആ ചെറുപ്പക്കാരൻ റാവുത്തർ മുതലാളി കിടക്കുന്ന മുറിയിൽ ആ കട്ടിലിനടുത്ത് ചെന്നു. സബീനയും കൂടെ ഉണ്ട്. ആ ക്രാസിൻ്റെ ഇടയിൽ കൂടെ ആ ഷാള് അദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ട് വരിഞ്ഞ് മുറുക്കി. കൈകാലിട്ടടിച്ച ആ റാവുത്തർ മുതലാളിയുടെ കാലിന് ഭാര്യ സബീന അമർത്തിപ്പിടിച്ചു. കുറച്ചു നേരത്തെ പടച്ചലിന് ശേഷം ആ ജീവൻ നിലച്ചു. തങ്ങളുടെ ആഗ്രഹപ്രകാരം തങ്ങൾക്ക് ഒന്നും ജീവിക്കുവാൻ വേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവൻ അവിടെ ഇല്ലാതാക്കി. അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഈ കൃത്യം നടത്തിയ ഉടനെ ഈ ചെറുപ്പക്കാരൻ ഇവിടുന്ന് രാത്രി തന്നെ പോകും. പോയി കഴിയുന്നുടനെ ഭർത്താവിന് നെഞ്ചില്ലാത്ത വേദനയുണ്ടായി എന്ന് പറഞ്ഞ് നാട്ടുകാരെ അറിയിക്കണം. നാട്ടുകാർ വരുമ്പോൾ ആശുപത്രി കൊണ്ടുപോകും. അതുപോലെ തന്നെ സബീന അത് ചെയ്തു. ആ ചെറുപ്പക്കാരൻ പോയി അല്പം കഴിഞ്ഞപ്പോൾ അവിടെ കിടന്ന് കരഞ്ഞ് ബഹളം വെച്ചു. അടുത്തുള്ളവരും വീട്ടിൽപ്പെട്ടവരും ഒക്കെയും അപ്പുറത്ത് താമസം അവരൊക്കെ ഓടി വന്നു. ഓടി വന്നപ്പോൾ ഈ മനുഷ്യൻ ചലനമില്ലാതെ കിടക്കുകയാണ്. പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർക്ക് സംശയമായി, ഇത് അറ്റാക്കല്ല. അദ്ദേഹം പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഇത് അറ്റാക്കല്ല. പോലീസ് വിവരറിയിച്ച് പോലീസ് വന്നു. സബീനെ ചോദ്യം ചെയ്തു. നിക്കക്കള്ളിയില്ലാതെ സബീന ഉള്ള വിവരങ്ങൾ പറഞ്ഞു. ആ ചെറുപ്പക്കാരനെയും നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. രണ്ടുപേരും ലോക്കപ്പിലായി. കോടതി അവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ഒരു മനുഷ്യൻ്റെ ജീവനം നശിപ്പിച്ച് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ച അവരുടെ ആ മാനസിക ആ അവസ്ഥ ഒന്ന് ചിന്തിക്കണം. എത്രയോ പേരാണ് ഇതുപോലെ കൃത്യങ്ങൾ ചെയ്ത് തങ്ങളുടെ ജീവിതം സബലീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഒന്നോർക്കണം, ഒരു ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നമ്മുടെ ജീവിതം ശരിയാകത്തില്ല.